കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വ്ളോഗിൽ വരുന്നത്. അപ്പം ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യു കെയിലെത്തി. എത്തിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഈ ചെറിയ ബേബീനെയും കൊണ്ട് ഒരിക്കലും പോകാൻ പറ്റാത്ത കാരണം ബേസിക്കലി ഞങ്ങൾ അകത്ത് തന്നെയാണ്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡായിട്ട് ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാം എന്ന് വെച്ചിട്ട് സിറ്റി സെൻറ്ററിലൊക്കെ ഒന്ന് പോകാം, അവിടുത്തെ കാഴ്ചകൾ കാണാം, ഫുഡ് കഴിക്കാം എന്ന് വെച്ചിട്ട് ചുമ്മാ ഇറങ്ങിയേക്കുവാണ്. നോക്കാം. അതിനകത്തൊരു പേടുണ്ടാ. വന്നിട്ട് എന്ത് ചെയ്താ ഈ പ്രാമിനകത്തും കിടക്കത്തില്ല, കാർ സീറ്റിനകത്തും കിടക്കത്തില്ല, ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഞങ്ങളെ കുറേ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ്. ഞാൻ കാർ സീറ്റിലോ ഇതിലോ ഒന്നും ഇരുന്ന് പരിചയമില്ലാത്തതുകൊണ്ട് അതിലിട്ട് കഴിഞ്ഞാൽ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം. ഇപ്പൊ ഇതാണ് അവസ്ഥ. സാമി കിടക്കണ്ട, ഇപ്പൊ എല്ലാം ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി കിടക്കണേ. ഒരു പ്രാമുണ്ടായിട്ട് എടുത്തോണ്ട് നടക്കേണ്ട അവസ്ഥ. അപ്പൊ ഇതാണ് റെഡിങ് സിറ്റി സെന്റർ. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഹാർഡ്ലി 10 മിനിറ്റ് നടത്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്തി. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കഴിക്കും. എനിക്ക് തോന്നുന്നു രാത്രി വരെ ആയിരിക്കും കുറച്ചും കൂടെ ഒരു വൈബൊക്കെ ഉണ്ടാവുക, ഈ ലൈറ്റ്സ് ആയാലും ഒക്കെ. ഇവിടെ താഴെ ഇങ്ങനെ എനിക്ക് തോന്നുന്നു റെസ്റ്റോറൻ്റ് ആണ്. ഇങ്ങനെ ഫുള്ള് ക്രിസ്മസ് തീമിൽ എന്താ പറയുക, വുഡൻ ക്യാബിൻസ്. ഓരോ ക്യാബിൻ്റെ ഉള്ളിൽ നമുക്കിരുന്ന് കഴിക്കാം. അങ്ങനത്തെ ഇങ്ങനെ മൊത്തം ഒരു ഫുൾ ക്രിസ്മസ് ഫീലാണ്. ക്രിസ്മസ് എത്തിയല്ലോ.
ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിക്കാൻ കയറി. അപ്പം ഇവൻ കിടക്കൂല ഇരിക്കൂലല്ലോ. അപ്പോൾ അവനെ എടുത്തിട്ട് അനൂപ് പുറത്തു പോയി നിൽക്കാം, നിങ്ങൾ ആദ്യം ഞങ്ങൾ കഴിക്കും, അത് കഴിയുമ്പോൾ പിന്നെ മാറാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്. എന്നിട്ട് ഉള്ളിൽ പോയിരുന്നു. കരച്ചിലോട് കരച്ചിൽ. പിന്നെ ഉള്ളിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ ആൾക്കാരൊക്കെ നോക്കി തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ പുറത്തിറങ്ങി. ഐക്കിക്കും ഇവൾക്കൊക്കെ ബേക്കണും സോസേജൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ അവസാനം ഞങ്ങൾ പുറത്താക്കിയ പോലെ ആരും പുറത്താക്കിയില്ല, പക്ഷെ നമുക്ക് തന്നെ ആകെ ഒരു കുറ്റബോധമായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തൊട്ട് അനുവിൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നവരെ ഇവിടുത്തെ കുട്ടികളൊന്നും കരയില്ല. കാരണം വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എല്ലാ പ്രാമിനകത്ത് സ്റ്റോളേഴ്സിനകത്തൊക്കെ പിള്ളേർ ഇരിക്കുന്നുണ്ടാവും, ഒറ്റ കുട്ടികൾക്ക് അറിയില്ല. എൻ്റെ കൊച്ചു മാത്രം അലറി പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ എല്ലാ കുട്ടികളെയും വായിലും മറ്റേ പാസിഫയർ ഉണ്ടാവും. അപ്പോൾ ഞാനോർത്ത് തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഞങ്ങൾ പുതിയൊരു സെറ്റ് പാസിഫയറും കൂടെ വാങ്ങി. ഇവൻ എന്ത് ചെയ്താൽ അത് വായിൽ വയ്ക്കില്ല, നമ്മൾ വായിൽ വെച്ചെടുക്കും തുപ്പിക്കളയും. അതുകൊണ്ട് ഭയങ്കര കോമഡിയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പുറത്തോട്ടുള്ള യാത്രകൾ. ചപ്പണൊക്കെ ഇരുന്നിട്ട് രണ്ട് കൈ കൂടെ വരാൻ പറ്റിയ സ്ട്രീറ്റാണ് ഏറ്റവും ഹാപ്പനിങ് പ്ലേസ് കേട്ടോ ഇവിടത്തെ. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ഒക്കെ മുകളിലൊക്കെ, പക്ഷെ അതൊക്കെ കാണണമെങ്കിൽ രാത്രിയാവും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫീൽ നമുക്കിപ്പോൾ കിട്ടുന്നില്ല. പക്ഷെ നല്ല രസവും ഇങ്ങനെ ഭയങ്കര ക്രിസ്മസ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഈ റൈഡ് കണ്ടപ്പോൾ എല്ലാം 2 ആഴ്ചയായി പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്കതിൽ കയറണം എന്ന്. അപ്പൊ അവളെ ഇപ്പൊ കയറ്റാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. തിരിച്ചെത്തി. ഞങ്ങളിപ്പോൾ 2-3 മണിക്കൂറൊക്കെ നടന്നുണ്ടാവും. അപ്പൊ
പിന്നെ എന്തായാലും തിരിച്ചു വരാമെന്ന് വെച്ചു. ഒരാൾ കരച്ചിൽ, ബാക്കി രണ്ടുപേർക്ക് ക്ഷീണം, ദാഹം അങ്ങനെയൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് തിരിച്ചു പോരാം. അത്യാവശ്യം നല്ല തണുപ്പുണ്ടല്ലോ, അപ്പം നല്ല തണുപ്പായി. അപ്പോൾ പിന്നെ ഈ ചെറിയ കൊച്ചിനെ കൊണ്ട് ഈ ക്രൗഡിൻ്റെ ഉള്ളിൽ, ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങി ക്രിസ്മസ് ഷോപ്പിംഗും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒത്തിരി ക്രൗഡിൻ്റെ ഉള്ളിൽ ഈ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ നടക്കണമെങ്കിൽ നമ്മളൊരു കംഫർട്ടബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് തിരിച്ചു പോരാന്ന്. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ അതാണ് ഞങ്ങളുടെ UK എത്തിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗിലത്തെ വിശേഷം. ഇനി ബാക്കി വ്ളോഗിൽ കൂടെ പറയാം. അപ്പോൾ എല്ലാവരും അതുവരേക്കും സ്റ്റേ ബ്ലെസ്ഡ്.